നമ്മൾ ഇന്നൊരു അടിപൊളി ഒരു വർക്കിന് വേണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ ബാൽക്കണി റൂഫായിട്ട്, അതായത് ഒരു പർഗോള റൂമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. അപ്പോൾ നിലവിൽ നമ്മുടെ ഈ വീടിൻ്റെ ലുക്കിന് ഒട്ടും പോരായ്മ വരാത്ത രീതിയിൽ വളരെ മനോഹരമായ ഒരു പർഗോള റൂം എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ കസ്റ്റമർക്ക് ഒരു പ്ലാൻ കൊടുക്കുകയും കസ്റ്റമർ അത് അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് നമുക്കിപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഈ കാണുന്ന ഒരു ഫിനിഷിംഗ് പോയിൻ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭംഗി ഒട്ടും പോരാത്ത രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഈ വർക്ക് നമ്മളിവിടെ ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദമായ മുകളിലത്തെ കാഴ്ചകൾ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ ഈ വെർട്ടിക്കൽ പർഗോളയ്ക്ക് നമ്മളൊരു 3 പോട്ട് വെക്കാനുള്ള 3 ചെറിയൊരു ഏരിയയും കൂടെ ബോക്സ് കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊടുത്തേക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ 125-ൻ്റെ സെക്ഷനിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫ്രെയിം ചെയ്ത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂഫിംഗ് ഷീറ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഫ്രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഒരു ബുദ്ധൻ്റെ ഒരു CNC വർക്ക് കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മൾട്ടിവുഡ് 18 mm തിക്നെസ് ഉള്ള മൾട്ടിവുഡിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മളൊരു ഇത് നമ്മൾ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ലൂവർ പാനലാണ്. നമ്മുടെ WPC ലൂവർ പാനലാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വർക്കിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഇതുപോലത്തെ വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി.